അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോത അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ശ്രീമതി ഷീല ടീച്ചർ, വണ്ടിപ്പെരിയാറിൻ്റെ സ്വന്തം ടീച്ചറമ്മ, എൻ്റെയും ടീച്ചറമ്മയാണ്. അപ്പോൾ അതുകൊണ്ടിപ്പം ഇപ്പം അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ എത്താം എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയാണ് നമുക്ക് ചോദിക്കുക? എങ്ങനെയുണ്ട് ടീച്ചറെ? നമസ്കാരം. ഞാൻ ഷീല ടീച്ചർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 11ാം വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു. അവിടുത്തെ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ട്? ഇപ്പം വീണ്ടും മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നു. ആളുകൾ എന്നെ പറയുന്നു കുറച്ചുകൂടെ ഭാരിച്ച ചുമതലയാണ് വരാൻ പോകുന്നത്. കാരണം ഒരു ആറ് വാർഡുകളുണ്ട് അല്ലേ? 7 വാർഡുകളുണ്ട്. ഏതാണ്ട് 7 വാർഡുകളിലും ഞാൻ എൻ്റെ പ്രചരണവുമായി പോയിട്ടുണ്ട്. വിജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതേപോലെ വിജയിച്ചാൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ എങ്ങനെയാണോ വികസന കാര്യങ്ങളിൽ സഹായിച്ചത്, അതേപോലെ തന്നെ ഇപ്പോൾ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ ത്രിതല പഞ്ചായത്തിൻ്റെയും എല്ലാം 302 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തന്നെ 50 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഞാൻ മത്സരിക്കുന്ന വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ തന്നെ നമ്മുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന PM നൗഷാദായിരുന്നു. അദ്ദേഹം അവിടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? അദ്ദേഹം ആദ്യത്തെ 2 വർഷം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ബ്ലോക്ക് ഡിവിഷനിൽ, വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത്. 7,62,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ മാത്രം നടത്തിയിരിക്കുന്നത്. അത് വലിയൊരു ഇപ്പോൾ മുതൽക്കൂട്ടായിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യത അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ആ ഒരു സ്വീകാര്യത എനിക്കും ജനങ്ങൾ തരുന്നുണ്ട്. വിജയിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. വണ്ടിപ്പെരിയാർ ആ മേഖല സംബന്ധിച്ച് നോക്കുമ്പോൾ LDFിൻ്റെ ഒരു വാർഡാണ് അല്ലേ? ഓക്കെ. ഇഞ്ചിക്കാട് മുതൽ അരണക്കല്ല് വരെയുള്ള വാർഡിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. LDFിന് മുൻതൂക്കമുള്ള സ്ഥലമാണ്. അതായത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാർഡായിരുന്നു വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ UDFിന് മുൻതൂക്കമുള്ള ഒരു പ്രദേശമായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പ് വന്ന AV ജോസഫ് ഏട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ PM നൗഷാദ്, പിന്നെ തുടർന്ന് വന്ന ഞാൻ അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ LDFിൻ്റെ പാനലിൽ നിന്ന് ഞാൻ മത്സരിച്ച് വന്നു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാർട്ടി ഉദ്ദേശിച്ചതുപോലെ തന്നെ വികസന കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ആളുകളുടെയും കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോയി. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കാനും കഴിയുന്നത്ര അളവിൽ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഉള്ള ആളുകൾക്ക് നമ്മുടെ ഒരു പൊന്നഗർ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പൊന്നഗറിനെ പൊന്നഗറാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള വീടുകൾ എല്ലാം തന്നെ മെയിൻ്റനൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ വീടുകൾ എല്ലാവർക്കും വെച്ചു കൊടുത്തു. അങ്ങോട്ടുള്ള റോഡ്, ഏറ്റവും നല്ലൊരു റോഡ് എല്ലാം കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന, ഇനിയും ഞാൻ തുടർന്ന് മെമ്പറായി വന്നാൽ അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിനേക്കാൾ കൂടുതൽ ഫണ്ട് ഉണ്ട്. അപ്പോൾ ആ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ലഭ്യമായിട്ടുള്ള 7 വാർഡുകളും ഞാൻ വലിയ നല്ല രീതിയിലുള്ള വികസനം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി എൻ്റെ ഒരു ഏറ്റവും പ്രധാന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, സാധാരണ ജനപ്രതിനിധികൾ ആളുകൾ വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സുതാര്യമായിട്ടും ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഒരു പൈസ പോലും വാങ്ങിക്കുകയോ ഒന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം ചെലവിലാണ് നടന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മേലിലും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ സേവനത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെയും സേവനമായിരുന്നു. ടീച്ചറിൻ്റെ രാഷ്ട്രീയം ഏതാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ടീച്ചർ LDFിൻ്റെ കരുത്തുറ്റ ആളായിട്ട് മാറുന്നത്. അതിനെക്കുറിച്ച് തീർച്ചയായും. ഞാൻ വണ്ടിപ്പെരിയാർ സ്കൂളിലെ അധ്യാപികയായിരുന്നു. ആ സമയത്ത് മാറി മാറി സർക്കാരുകൾ ഭരിച്ചു വന്നു. ഞാൻ വന്നപ്പോൾ കൂടുതൽ സമയവും UDF ഭരിക്കുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ ഭരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ സ്കൂളിലുണ്ടായിരുന്നത്. പക്ഷേ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിൻ്റെ ഒരു വികസന കാര്യം ചോദിക്കുമ്പോൾ, ഒരു നിസ്സാര ഒരു ടോയ്ലറ്റ് പോലും ചോദിക്കുമ്പോൾ തരാൻ ആരും തയ്യാറായില്ല. നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം ആണ് നമുക്ക് 5 കോടി രൂപ അനുവദിച്ച് സ്കൂളിനെ ഒരു സ്കൂളാക്കി മാറ്റുകയും
ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു സ്കൂളാണ്. 1964 തുടങ്ങിയ സ്കൂളിന് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത് നമ്മുടെ LDF സർക്കാരാണ്. അത് എനിക്ക് എൻ്റെ മനസ്സിൽ സർക്കാരിനോട് കൂടുതൽ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ പോയ വർഷം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ വണ്ടിപ്പെരിയാർ പോളിടെക്നിക്ക്, എൻ്റെ മേഖല ഒരു വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് തന്നെ സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഒരു കാര്യങ്ങൾ വലിയ രീതിയിൽ നമുക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അതുപോലെ മറ്റ് മുൻ സമയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളെ ഉപേക്ഷിച്ച് കുട്ടികൾ പോയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതൽ 10 ലക്ഷത്തോളം കുട്ടികൾ പൊതുവിദ്യാലയത്തിലേക്ക് തിരിച്ചു വന്നു. അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അത്തരം നല്ല വികസന കാര്യങ്ങളുമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സർക്കാരിനോടൊപ്പം നിൽക്കുന്നതും തുടർന്ന് ഞാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ വിമാനം വന്നിറങ്ങുന്ന ഏക പഞ്ചായത്ത് നമ്മുടെ ഒരു പഞ്ചായത്താണ്. അഭിമാനമാണ്, ഭയങ്കര അഭിമാനം, വലിയൊരു അഭിമാനമുണ്ട്. പണ്ട് അണക്കര അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല. പക്ഷെ എന്തായാലും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നമ്മളൊരു മിനി ഒരു എയ്റോപ്ലെയിൻ വന്നിറങ്ങി. അതൊക്കെ വലിയൊരു സന്തോഷത്തോടു കൂടി കാണുന്നു. അതുപോലെ തന്നെ വന്യമൃഗശല്യം രൂക്ഷമായ ഒരു മേഖലയായിരുന്നു ഞങ്ങളുടേത്. അവിടെ ഫെൻസിങ് 69 ലക്ഷം രൂപ മുതൽ മുടക്കി കൃഷി വകുപ്പ് വനം വകുപ്പിന് ഫണ്ട് കൈമാറി ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ റോഡുകൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വണ്ടി പോലും ഇല്ലാത്ത ഒരു പ്രദേശം, തൊമ്മൻ കോളനി ഭാഗം, അത് കുരിശുമൂട് ധർമാവലി റോഡ് പഞ്ചായത്തിൻ്റെ റോഡായിരുന്നു. അങ്ങോട്ടേക്കൊരു വണ്ടി പോലും ഇല്ലായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആളുകളെ സമീപിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ, ടീച്ചറെ കൂടുതൽ ഒന്നും ചെയ്യണ്ട, ഈ റോഡൊക്കെ ഒന്ന് നന്നാക്കിയതിന് ശേഷം ഒരു ബസ് സർവീസ് ആരംഭിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ത്രിതല പഞ്ചായത്തുകളുടെ എല്ലാ സഹായത്തോടെ നമ്മുടെ അന്തരിച്ച ബഹുമാനായിട്ടുള്ള പീരുമേട് MLA സഖാവ് വാഴൂർ സോമൻ അവറുകൾ വരെ നമുക്ക് ഫണ്ട് അവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സഹായത്തോടുകൂടി PM നൗഷാദ്, പിന്നെ അതുപോലെ ജില്ലാ മെമ്പർ SP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തന്ന ഫണ്ട് വെച്ച് റോഡ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു മഴയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ടെൻഡർ ചെയ്ത് ചെയ്യാൻ പറ്റാതെ വന്നത്. എന്തായാലും പെർമിറ്റൊക്കെ കിട്ടി ആ ഭാഗത്തേക്ക് ബസ് സർവീസ് ആരംഭിച്ചു. അതാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാഗതം ചെയ്യുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ എൻ്റെ കൂടെ മത്സരിക്കുന്ന പിച്ചിയമ്മ, ഞങ്ങളൊക്കെ എന്താണോ ചെയ്തു വന്നിരിക്കുന്നത് അതേ വികസന പാതയിലൂടെ പിച്ചിയമ്മയും പോകും. 11ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന പിച്ചിയമ്മയും ഞങ്ങൾ പിന്തുടർന്നു വന്ന അതേ പാതയിലൂടെ സഞ്ചരിക്കുമെന്ന് ഉറപ്പുണ്ട്. അവരെയും ഈ അവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം നാടിന് ഗുണം ചെയ്യും. നാടിൻ്റെ വികസന കാര്യങ്ങൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതായിരിക്കും. ഓരോ ആളുകളെയും നമ്മൾ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നോക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, ടീച്ചർ പഠിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ അവിടെ ടീച്ചർക്ക് വോട്ടർമാരായിട്ട് വന്നിട്ടുള്ളത്. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്തായാലും എല്ലാ വിജയ ആശംസകളും നേരുകയാണ് ടീച്ചർക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡീപ് ടീം ഡിവിഷനിലെ ആളാണല്ലേ, നമ്മുടെ ഡീപ് ടീം ഡിവിഷനിലെ മത്സരാർത്ഥിയല്ല, ടീച്ചർക്കൊപ്പം ഈ പ്രചരണത്തിന് ഇറങ്ങുന്ന വ്യക്തിയാണ്. പേര് പറഞ്ഞു? ഗീത. എങ്ങനെയുണ്ട് അവിടെ വർക്കുകളൊക്കെ? ടീച്ചർ നല്ലപടിയാ വർക്കൊക്കെ പോകുന്നത്. ടീച്ചർ ജയിക്കും. അതെ. അപ്പോൾ എന്തായാലും എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. കാരണം എൻ്റെയും കൂടെ ടീച്ചറായതുകൊണ്ട് ജയിച്ചു വരേണ്ടത് എൻ്റെ കൂടെ ചുമതലയാണ്, എൻ്റെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ടീച്ചറിനൊപ്പം തന്നെ നിന്ന് ഞാനും ഈ രംഗത്ത് അല്ലെങ്കിൽ ഈ പഞ്ചായത്തുമായിട്ട് ഇത്ര ബന്ധപ്പെടാനും കാരണം എൻ്റെ ടീച്ചറും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവിധ വിജയാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും PR വിജയനൊപ്പം ജിക്കോ വളപ്പിൽ.